ഹേ ബഡീസ് വെൽക്കം ബാക്ക്. അപ്പം മച്ചന്മാരെ ഇന്ന് നമ്മൾ കട്ടപ്പന പോവാണ് കേട്ടോ. നമ്മുടെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടയർ മാറാൻ പോകുന്നു പറഞ്ഞു. ഇന്നലെ ബാറ്ററി സീൻ വന്ന വണ്ടിയാണ്. നമ്മുടെ ഉണ്ണിയുടെ വണ്ടിക്ക് രണ്ട് ടയർ ഇടാൻ പോവാണ്. ട്രാക്ടറാണ് കേട്ടോ ഇടുന്നത്. മച്ചാനോടെ നിൽപ്പുണ്ട്. അവന്മാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ താമസിച്ചു. ഞാൻ കാരണം മാത്രം താമസിച്ചു. ഇത് നോക്കി അവിടെ ചെല്ലുമ്പോൾ തെറിയേക്കും. അപ്പം എന്താ അപ്പൊ ടയർ മാറിയിട്ട് കാണാം. ഓക്കെ മച്ചന്മാരെ, നമ്മളിപ്പോ കൗന്തി എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ അഞ്ചുമുക്ക് വഴിയാട്ടോ പോകുന്നത്. ഈ നെടുങ്കണ്ടത്ത് നിന്ന് ഏറ്റവും കൂടുതൽ എളുപ്പം കട്ടപ്പനയ്ക്ക് പോകാൻ വേണ്ടി അഞ്ചുമുക്ക് വഴിയാണ്. അപ്പൊ നമ്മൾ ഇതിലെയാ പോകുന്നത്. അവന്മാര് നേരത്തെ പോയി, അഞ്ചുമുക്കൊക്കെ കഴിഞ്ഞു. അല്ല, നമ്മളിന്ന് അവന്റെ ബാക്കും ടയർ, അതായത് ബാക്ക് ടയറും ഫ്രണ്ട് ടയറും മാറുന്നുണ്ട്. അപ്പോൾ രണ്ട് ട്രാക്കാണ് ഇടുന്നത്. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് തിരിച്ചു വരുമ്പോൾ അറിയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ക് നമുക്ക് ശരിക്കും ഒത്ത് കിട്ടിയാൽ കിട്ടിയെന്നുള്ളേ ഉള്ളൂ. ഭാഗ്യത്തിന് തെറി വിളിച്ചില്ല. എനിക്കറിയാം, ഞാൻ ഇത് ഓണാക്കി കഴിഞ്ഞാൽ തെറി വിളിക്കത്തില്ലെന്ന് എനിക്കറിയാം. അത് കാരണം ഞാൻ എഡ്ജ് കേട്ടോ, അതുകൊണ്ടോ ടയറിന്റെ എഡ്ജ് കണ്ടോ, ഇത്രേ ഉള്ളൂ. മച്ചാന്മാരെ, നമ്മളിപ്പോ കട്ടപ്പന എത്തിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് പോകുന്നു. എന്നാലും ഞാൻ ഒത്തിരി താമസിച്ചായിരുന്നു. അത് കാരണമാണ് അമ്മ അത്രയും വിളിച്ചില്ല. വിളിക്കും, ക്യാമറ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ വിളിക്കും. ഞാൻ വണ്ടിയുടെ ടയർ മാറലാണ് ഫസ്റ്റ്. അത് ചെയ്തിട്ട് ബാക്കി എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വഴിയേ പറയാം. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ ഐഡിയ ഒന്നും ഇല്ല. അവന്മാര് വന്നു, ഇനിയിപ്പോൾ ടയർ മാറിക്കഴിഞ്ഞ് വേറെ എന്തെങ്കിലും പരിപാടി കാണും. പരിപാടി കാണാതിരിക്കുകയല്ല. ഇപ്പൊ ഇടുക്കിക്കവലയാട്ടോ കട്ടപ്പന. ഇവിടെയാന്നാണ് തോന്നുന്നത്. അമ്മമാരിവിടെ നിർത്തിയേ. ചേട്ടാ, മെഷലിന്റെ ഉണ്ടോ? മെഷലിൻ അല്ലേ? ഈ ഇരിക്കുന്നോ? ഏത്? ഇതിന് 180 വരുന്നത്. 80 ഇടാം. ആ, അടുത്ത ആഴ്ച വരും അല്ലേ? ഇത് ഓക്കെ. നീ മേടിക്കണ്ട, ഞാനല്ലേ വണ്ടി മേടിക്കുന്നേ. അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ. ഇതാണോ കട? കൊല്ലല്ലേടാ, നിന്റെയൊക്കെ പാട്ടിന് വണ്ടി കൊണ്ട് നിർത്തി. ഇപ്പൊ അതിന് ഞാൻ അടയായേനെ. ഇതാണോ കട? ഉറപ്പാണോ? കിട്ടുവോ? ടയറുടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ടയർ ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് വന്ന് 2 നമ്മൾ തപ്പി കണ്ടുപിടിച്ച് എടുത്തു. എന്റെ പൊന്നോ, 2 എടുത്തിട്ടുണ്ട്. ഒരെണ്ണം മിച്ചലറും ഒരെണ്ണം മിഷലിന്റെ റോഡ് 6ഉം ആണ്. അത് അത്യാവശ്യം വലിയ തലക്കേടില്ലാത്തയാണ് കേട്ടോ. ബാ പോട്ടെ. എത്ര രൂപയാണെന്നും കൂടെ നോക്കട്ടെ. നമുക്ക് ബഡ്ജറ്റ് എത്ര രൂപയാണെന്ന് നോക്കട്ടെ, ചോദിച്ചു നോക്കട്ടെ. ഒരു കോംബോ ടയർ കണ്ടെത്താൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അപ്പൊ നേരത്തെ കണ്ടെത്തിയ ടയർ എവിടെടാ? ഇത് അത്യാവശ്യം തീർന്നാളാ. ത്രെഡ് ഉണ്ടല്ലേ? ഇതിന് ത്രെഡ് ഉണ്ട്, പക്ഷെ ഇത് ഒരു സൈഡ് വെട്ടിത്തന്ന പോലെ ഇതില്ലേ? അതാ ഞാനും നോക്കുന്നു. ഒരു സൈഡ് കണ്ടോ മച്ചാൻ? ഇതുണ്ടോ? ചോദിച്ചോക്കി, ഇതിട്ട് കഴിഞ്ഞാൽ സെറ്റ് ആവുമെന്ന് ചോദിച്ചേ. ഓരോ സൈഡ് വെട്ടിത്തഞ്ഞിരിക്കുവാണോന്ന് ചോദിക്കും. ഇത് ഇത് റോഡ് 5 ആണ്. അതവൻ കൊണ്ടുവരട്ടെ, നമുക്ക് നോക്കാം ഏതാ ഗ്രിപ്പുള്ളത്.
സെറ്റാവോ? സെറ്റാവും. പക്ഷെ അത് ദൂരത്ത് നോക്കി അതിനാ ഗ്രിപ്പ്. ആണോ? ഇതിന് ഗ്രിപ്പ് കുറവാ. വേറെ തപ്പണോ? അതിൻ്റെ അകത്ത് കാണും. എനിക്കറിയാം, എല്ലാം എന്റെ തലയിലാ. പിടി. ഇതിന്റെ അകത്ത് വല്ലതും പെട്ടുപോയ എടുക്കാൻ വന്നേക്കണേടാ. തേങ്ങ. അതല്ലേ പറഞ്ഞ ഇറങ്ങി. ബൽബും പൊടിച്ചിട്ടൊക്കെ അവിടെ നിന്ന് താഴെ പിന്നെ എന്താണെന്ന് അറിയാവോ? ചാറിങ്ങോട്ട് കാല് പോയേ. ഇറങ്ങ്, പതിയെ ഇറങ്ങ്. കുഴിക്കൂ. ഇതൊക്കെ ഞാൻ ഇവിടെ ഇറങ്ങിക്കോ. നമ്മളിവിടെ വന്ന് സാധനമൊക്കെ തപ്പിയെടുത്തിട്ട് ലാസ്റ്റ് ഇത് ടയറ് മാറാൻ വേണ്ടി അഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അവര് ടയർ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കട്ടെ. മൊത്തം അഴിച്ചു വെച്ചേക്കുവാ. ഇല്ല, വീഴും വീഴും. ഒന്നാമത് വെട്ടിത്തേഞ്ഞിരിക്കുക. അപ്പൊ ഇനി ബാക്കി റിമ്മേ ടയർ കയറ്റിയിട്ട് നമ്മള് കാണുന്നതായിരിക്കും. ഇത് ഉണ്ണി, ഇത് യേശു, ഇത് രാഹുൽ.